ഞാൻ കഴിച്ചാ ഇവിടെ അവന് നന്നായിട്ട് നോക്കണം. പിന്നെ അവന് നോക്കാതെ അവന് ഫുഡ് കൊടുത്താൽ മതി. നിങ്ങൾക്കും കൂടെ നോക്കാലോ അവനെ. നിങ്ങളുടെ എന്താ നോക്കാൻ? അവന് ഫുഡ് കൊടുക്കണം കറക്റ്റായിട്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? എത്ര ചെയ്തു കൊടുത്താലും ഒരു തൃപ്തിയില്ല. ചെയ്യുന്നതെല്ലാം കുറ്റം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒന്നും ആഗ്രഹങ്ങൾക്ക് ഒരു വിലയില്ല. ഇവിടെ അടുക്കളയിലും ഇങ്ങനെ ഒച്ച കേൾക്കാറുണ്ടോ? ഈ ADCB അക്കൗണ്ടിൽ കിടന്ന പൈസയൊക്കെ എവിടെ പോയി? ഞാൻ നാട്ടിലേക്ക് അയച്ചിരുന്നു. ഏത് നാട്ടിലേക്ക് അയച്ചു? ആർക്ക് അയച്ചു പൈസ? ഞാൻ നിക്കോട് പറഞ്ഞില്ലേ വീട്ടില് കുറച്ച് ആവശ്യം. എന്ത് വീട്ടിലെ ആവശ്യം? ഇങ്ങനത്തെ സിറ്റുവേഷനെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? രണ്ട് വ്യത്യസ്ത ജീവിത സാഹചര്യത്തിൽ മാത്രമല്ല ഉണ്ട്, വ്യത്യസ്തമായ സാമ്പത്തിക, സാമൂഹിക, വൈകാരികമായ രണ്ട് തലത്തിൽ നിന്ന് വരുന്ന രണ്ട് മനുഷ്യർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ പേരാണ് ദാമ്പത്യ ജീവിതം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് വ്യക്തികളും, ഈ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒന്നല്ല, രണ്ടാണെന്ന് മനസ്സിലാക്കണം. ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, ചിന്തകൾ, ഇമോഷൻസ്, സാഹചര്യങ്ങൾ, പെർസ്പെക്റ്റീവ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം ഇവർ രണ്ടുപേരും ഒന്നാണെന്ന ഫിലോസഫിയിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നിടത്താണ് ഒരു വലിയ അപകടമുണ്ടാകുന്നത്. ആ അപകടത്തിൻ്റെ പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ ചെറിയ ചെറിയ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ് വളർന്നു വലുതായി ബന്ധങ്ങളുടെ ഇടയിലെ സമാധാനത്തെ ഇല്ലാതാക്കുന്നത്, ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നത് ഈ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഇവിടുത്തെ ചോദ്യം അഡ്ജസ്റ്റ്മെൻ്റ് ആണോ വേണ്ടത് അതോ അക്സെപ്റ്റൻസ് ആണോ വേണ്ടത്? രണ്ടുപേരും രണ്ട് വ്യക്തികളാണെന്നും രണ്ട് ചിന്തകളുണ്ടെന്നും രണ്ട് മനസ്സുണ്ടെന്നും രണ്ട് ഹൃദയമുണ്ടെന്നും ഈ രണ്ട് സാഹചര്യങ്ങളിൽ വന്ന് രണ്ട് മനുഷ്യർക്ക് എങ്ങനെ ഒരുമിച്ചൊരു ജീവിതം സമാധാനപരമായി, സന്തോഷപരമായി, തൃപ്തികരമായി കൊണ്ടുപോകാം എന്ന വിഷയം നമ്മൾ ആത്യന്തികമായി പഠിക്കണം. കാരണം നമ്മൾ ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എന്ത് കച്ചവടം ചെയ്യുന്നവരുമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ തിരിച്ച് നമ്മൾ വീട്ടിൽ ചെല്ലും. നമുക്ക് നമ്മളാകാൻ സാധിക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമുക്ക് പുറത്ത് സമാധാനം ഉണ്ടാകില്ല. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ബന്ധങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ലാതെ പൂർണ്ണ ഹൃദയത്തോടുകൂടി നമ്മളായി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം കുടുംബത്തെ നമുക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കും? ദി വി കോഡ്, നമ്മളെന്ന കോഡ് എങ്ങനെ നമുക്ക് ഡീകോഡ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാം? അതിലൂടെ എങ്ങനെ നമുക്ക് മീനിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ കൊണ്ടുവരാം എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ മവത്ത ഓർഗനൈസ് ചെയ്യുന്ന മൗണ്ടൻ ക്ലബ് റിസോർട്ട് മൂന്നാറിൽ ഈ വരുന്ന ഓഗസ്റ്റ് 11, 12, 13 ഞാൻ വരുന്നുണ്ട്. സെലക്റ്റഡ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഞാൻ ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാമിൽ വളരെ ഡീപ്പായിട്ടുള്ള ട്രാൻസ്ഫോർമേറ്റീവ് ഇൻസൈറ്റ്സുകൾ ഷെയർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാമിൽ സൈൻ അപ്പ് ചെയ്യും. വി കോഡ് എന്ന കോഡ് ഡീകോഡ് ചെയ്ത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് മീനിങ് ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റിയാസ് ഹക്കീം.